ശരി, ഞാൻ ബി ജെ ഒന്ന് പി ഓരോ ഇടപെടുകയാണ്. ശ്രീ അജണ്ടയും പണിക്കർ, മുന്നോട്ട് നേരത്തെ വെക്കുന്നത് മുഹമ്മദ് അമീർ ഒരു പറഞ്ഞുള്ള കാര്യം, ഇപ്പോൾ ഇത് നിർബന്ധമാക്കിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു അപരവൽക്കരണം അവിടെ അവർക്ക് നേരിടേണ്ടി വരുമെന്ന്. കാരണം ഈ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ സ്കൂളുകൾ, ന്യൂനപക്ഷ സമുദായങ്ങളുടെ സ്കൂളുകളിൽ ഇനി വന്ദേമാതരം പാടില്ല എന്ന് വെക്കുക. അപ്പോൾ ആ സമയത്ത് അവർ വന്ദേമാതരത്തെ അവഹേളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപരവൽക്കരണം അവിടെ നടക്കുമെന്നുള്ള ആശങ്കയാണ് ഉള്ളത്. അതാണ് അമീർ പങ്കുവെച്ചത്. അല്ല, നോക്കൂ, ഇതിൽ ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1882 പുറത്തു വന്നിരിക്കുന്ന ഒരു ഗാനം, അത് ഏത് സമയത്താണ് അതിൽ ഈ രണ്ട് സ്റ്റാൻസായിട്ട് ട്രങ്കേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്? 55 വർഷം അത് പാടിയതിന് ശേഷമാണ്. അതാരാ പാടിയത്? നമ്മുടെ നാട്ടിലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. ഇതിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിരിക്കുന്ന രണ്ടേ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ നിരോധനത്തിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന രണ്ടേ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതിലൊന്ന് ബ്രിട്ടീഷുകാരും മറ്റേത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗുമാണ്. ഈ ആൾക്കാരല്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന മുസ്ലിങ്ങൾക്ക് ഇത് പാടാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ഊർജ്ജം പകർന്ന ഗാനമാണ് വന്ദേമാതരം. അതിന്റെ പൂർണ്ണമായ സ്റ്റാൻസയാണ് 1937 വരെ 55 വർഷം പാടിയത്. നമ്മുടെ രാജ്യത്തിനെ അമ്മയായിട്ട്, ദേവതയായിട്ട് ചിത്രീകരിക്കുന്നത് വഴി രാജ്യത്തിനോടുള്ള സ്നേഹം, പോരാട്ട വീര്യം, ഈ ഗുണങ്ങളെയൊക്കെ തന്നെയാണ് ഈ ഗാനം മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മൾ വന്ദേമാതരം എന്നതിനെ ഒരു വാർ ക്രൈ പോലെ ഉപയോഗിക്കുകയാണ്, ഒരു സ്ലോഗനായിട്ട് അതിനെ ഉപയോഗിക്കുകയാണ് എങ്കിൽ അത് കേവലം പ്രകൃതി വർണ്ണനയല്ല അതിൽ ഉദ്ദേശിക്കുന്നത്. ഈ ആദ്യത്തെ 2 സ്റ്റാൻസയിൽ പ്രകൃതി വർണ്ണന മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനെ 2 സ്റ്റാൻസയായിട്ട് വെട്ടിച്ചുരുക്കുക വഴി അതിൻ്റെ ആത്മാവിനെ ഒഴിവാക്കി. കാരണം സത്യത്തിൽ നമ്മൾ ഇതിനെ സ്ലോഗനായിട്ട് ഉപയോഗിക്കുമ്പോൾ പോലും നമ്മൾ പറയുന്ന ചില മൂല്യങ്ങളുണ്ട്. പോരാട്ട വീര്യം, ധർമ്മം, നേരത്തെ മുസ്ലിം സുഹൃത്ത് അദ്ദേഹം പറഞ്ഞതുപോലെ വിദ്യ, വിവേകം, ശക്തി, സുരക്ഷ, അഭിവൃദ്ധി, ഇതിനെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ആ കാര്യങ്ങളൊക്കെ തുടർന്ന് വരുന്ന സ്റ്റാൻസുകളിലാണ്. അതിനെക്കുറിച്ച് നമ്മൾ മിണ്ടുന്നില്ല. മഹാത്മാഗാന്ധി ഈ ലീഗിന്റെ എതിർപ്പിനെ തുടർന്ന് ഈ ഗാനം മുറിക്കാനായിട്ട് തീരുമാനിച്ചതിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ഗുവാഹത്തിയിൽ വെച്ച ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് വന്ദേമാതരം എല്ലാവരും പൂർണ്ണ രൂപത്തിൽ പാടണമെന്നാണ്. കാരണം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗത്തിന്റെ പ്രതീകമാണ് ഈ ഗാനം എന്നാണ് പറഞ്ഞത്. ഇനി ഇത് മുസ്ലിം വിരുദ്ധമാണ് എങ്കിൽ ബംഗാൾ വിഭജനത്തിനെതിരെ 1905 സ്വദേശി മൂവ്മെന്റ് അവിടെ നടക്കുന്ന സമയത്ത് ബാരിസാൾ, ഇന്നത് ബംഗ്ലാദേശിലാണ്, 10,000-ലധികം ആൾക്കാർ, ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിങ്ങൾ ഉൾപ്പെടെ 10,000-കണക്കിന് ആൾക്കാർ അവിടെ തടിച്ചുകൂടി ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധിച്ചപ്പോൾ വന്ദേമാതരം മാത്രമാണ് അവിടെ പാടുന്നത്. വേറെ ഒരു പാട്ടുമില്ല, വേറെ ഒരു സ്ലോഗനുമില്ല. വന്ദേമാതരം പാടാനായിട്ട് അന്ന് മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ശേഷം കോൺഗ്രസിൽ എത്രയോ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണല്ലോ മൗലാന അബുൽ കലാം ആസാദ്. അദ്ദേഹം വന്ദേമാതരത്തിനെ പറ്റി പബ്ലിക്കായിട്ട് എഴുതിയിട്ടുള്ളത് എന്താണ്? ഏകത്വം, ശാന്തി, ഈ 2 ഇസ്ലാമിക മൂല്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ദേശഭക്തി ഗാനമാണ് വന്ദേമാതരം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് കോൺഗ്രസിന്റെ എല്ലാ സെഷനുകളിലും നിർബന്ധമായിട്ട് വന്ദേമാതരം പാടണമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ അദ്ദേഹം ഒരു ഡെഡിക്കേറ്റഡ് മുസ്ലിം ആയിരുന്നു, മുസ്ലിം പണ്ഡിതനായിരുന്നു എന്ന് നമുക്കറിയില്ലേ? അത് ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. അല്ലാതെ അദ്ദേഹം ഒരു ഏത്തീസ്റ്റ് ഒന്നും ആയിരുന്നില്ല. നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ തന്നെ ഉണ്ടായിരുന്നു റാഫി അഹമ്മദ് കിദ്വായി. അദ്ദേഹം എന്താ പറഞ്ഞത്? ദേശീയതയുടെ പ്രതീകം എന്ന നിലയ്ക്ക് ഈ ഗാനത്തിന്റെ ഏറ്റവും വലിയ പ്രൊമോട്ടർമാരിൽ ഒരാളായിട്ട് പ്രവർത്തിച്ചിരുന്ന അദ്ദേഹമാണ്. അദ്ദേഹം അടിയുറച്ച ഇസ്ലാം മത വിശ്വാസിയായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇവിടെ കോൺഗ്രസിന്റെ യൂണിഫൈഡ് ആയിട്ടുള്ള കുറെ പരിപാടികളുണ്ടായിരുന്നു ഖിലാഫത്തുമായി ബന്ധപ്പെട്ട്. കോൺഗ്രസും ഖിലാഫത്തും ചേർന്നിട്ടുള്ള മീറ്റിങ്ങുകളിൽ ഏത് പാട്ട് പാടിയിട്ടാണ് തുടങ്ങിയിരുന്നത്? വന്ദേമാതരം ആലപിച്ചാണ് തുടങ്ങിയിരുന്നത്. ഖിലാഫത്തിന്റെ നേതാക്കൾ അവിടെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർ ഇത് നിരോധിച്ചപ്പോൾ പോലും അതിൽ ഈ മതസ്പർദ്ധയുണ്ട് എന്നും പറഞ്ഞല്ല നിരോധിച്ചത്. കൊളോണിയലിസത്തിനെതിരായിട്ടുള്ള വിപ്ലവ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകം എന്നാണ് അവരുടെ സർക്കുലറിൽ പറഞ്ഞിരുന്നത്. സുജലാം സുഫലാം മലയജ ശീതളാം എന്ന് പാടിക്കഴിഞ്ഞാൽ വിപ്ലവമുണ്ടോ? അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറുത്തുനിൽപ്പുണ്ടോ? ഇല്ല. ബാക്കി പറയുന്ന സ്റ്റാൻസുകളിലുള്ള കാര്യമാണ്. രാജ്യദ്രോഹ കുറ്റമായിരുന്നു അതിൽ ചാർത്തിയിരുന്നത് ഇത് പാടിക്കഴിഞ്ഞാൽ. 1905 ബംഗാളിലെ സ്കൂളുകളിൽ, അതേപോലെ ബംഗ്ലാദേശിന്റെ ഭാഗമായിട്ടുള്ള പല സ്ഥലങ്ങളിലെയും സ്കൂളുകളിൽ ഇത് പാടിയിരുന്ന 200 കുട്ടികൾക്ക് 5 രൂപ ഫൈൻ അടിച്ചു. എന്തിനാണ് പാടിയത്? മുസ്ലിം വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടാണോ? അല്ല. ഇത് പാടാൻ അനുവദിച്ചിരുന്ന അസംഖ്യം സ്കൂളുകളുടെ അംഗീകാരം ബ്രിട്ടീഷ് ഗവൺമെന്റ് റദ്ദാക്കി. ഏപ്രിൽ 1906 ബംഗാൾ പ്രൊവിൻഷ്യൽ കോൺഫറൻസിൽ ബാരിസാളിൽ തന്നെ ഇത് നടക്കുന്ന സമയത്ത് ഈ പാട്ട് നിരോധിച്ചത്. എന്നിട്ടും അത് ആലപിച്ചത് കൊണ്ട് അവസാന സമ്മേളനം തന്നെ നിരോധിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് എനിക്ക് തോന്നുന്നത് 3-ാമത്തെ സ്റ്റാൻസയിലായിരുന്നു ആ പ്രശ്നം ഉണ്ടായത്. അതിലാണല്ലോ ഈ വാർക്രൈ എന്നുള്ള രീതിയിൽ വന്നത്, അല്ലേ? എക്സാക്ട്ലി. വമ്പിച്ച ശക്തിയുള്ളവളും ശത്രു സൈന്യത്തെ തടയുന്നവളുമായ രക്ഷകിയായ അമ്മയെ ഞാൻ വണങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ 3-ാമത്തെ സ്റ്റാൻസ. ബഹുബല ധാരിണിയും നമാമി തരിണിയും രിപുദല വാരിണിയും മാതരം. ആ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് പോയത്. എക്സാക്ട്ലി. ഞാൻ പറഞ്ഞത് തികഞ്ഞ മതേതര വിശ്വാസികളായിട്ടുള്ള എത്രയോ ആൾക്കാർ, ഇപ്പോൾ മാതങ്കിനി ഹസ്രയെ പോലെയുള്ള ആൾക്കാർ, മദൻലാൽ ധിംഗ്രയെ പോലെയുള്ള ആൾക്കാർ, ഖുദിറാം ബോസിനെ പോലുള്ള ആൾക്കാർ, ഇവരെല്ലാവരുടെയും
ഒരുപക്ഷെ അവർ മരിച്ചു വീഴുന്ന സമയത്ത് അവർ അവസാനം പറഞ്ഞിരുന്നത് പോലും വന്ദേമാതരമാണ്. ഇതിലേതെങ്കിലും ഒരാൾ ഒരു ഹിന്ദു നേഷൻഹുഡിന് വേണ്ടിയിട്ട് വാദിച്ചിരുന്ന ആളാണോ? ശരി, അതിന്റെ മറുപടി അമീറാണ് നൽകേണ്ടത്. പല ആൾക്കാരും ഉണ്ടായിരുന്ന സമയത്ത് വന്ദേമാതരം രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ പൂർണ്ണാർത്ഥത്തിലാണ് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നത്. ഇതിന് ഏത് രീതിയിൽ മറുപടി നൽകും? ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള മറുപടിയായിട്ട് പറഞ്ഞത്, ഇപ്പോൾ നിങ്ങൾ ഈ വന്ദേമാതരത്തെ വലിയ രീതിയിൽ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ, പക്ഷേ 1896 ആരാണ് ആദ്യം വന്ദേമാതരം പാടിയത് എന്നുള്ള ചോദ്യമായിരുന്നു. അത് RSSന്റെ സെഷനിലല്ല, അത് പാടിയത് കോൺഗ്രസിന്റെ സെഷനിലാണ് എന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരുന്നു. പക്ഷെ അതൊരു സെൽഫ് ഗോളായി മാറുകയില്ലേ? എങ്കിൽ പിന്നെ എന്തിന് ഇപ്പോൾ എതിർക്കുന്നു എന്നുള്ള ചോദ്യം ഉയരുകയില്ലേ കോൺഗ്രസിനെതിരെ? അപ്പോൾ എന്ത് മറുപടി നൽകും? മഞ്ജുഷ്, അത് പാടിയതും പൂർണ്ണമായിട്ടാണ്. അതായത് 1937 വരെ കോൺഗ്രസിന്റെ എല്ലാ സെഷനുകളിലും ഇത് പൂർണ്ണമായിട്ടാണ് പാടിയത്. ഈ ഗാനത്തിനെ നിരോധനം മാറ്റുന്നത് പോലും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് 6 ഖണ്ണികളും അന്ന് പാടിയിരുന്നതാണ്. പിന്നെ ഇപ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ള മറു ചോദ്യം ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് ഇതിന് എന്ത് മറുപടി പറയും രാഷ്ട്രീയമായി? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.